Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, miss. Good afternoon. Good afternoon, ma'am. Afternoon, miss. Good afternoon, ma'am. Good Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. afternoon. Good afternoon, ma'am. Good afternoon. എല്ലാരും ആയോ? കുറച്ച് ആൾക്കാർ കേറണുള്ളൂല്ലോ. ഓക്കെ, ഇന്ന് പ്രേയർ ആരാ? ഞാനാണ് മാം. നൂരിഷ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you. നീ തോട്ടാരാ? Anisha, ma'am. Today's thought. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. ആത്മവിശ്വാസവും കഠിന പ്രയത്നവും ചേർന്നാൽ പരാജയം എന്ന രോഗത്തെ നശിപ്പിക്കുന്ന മികച്ച ഔഷധമാകും. ഇത് നിങ്ങളെ വിജയിയാക്കും. താങ്ക് യു. സൈനിങ് ആരാ? Vaishnavi, ma'am. Good afternoon, miss. Good afternoon, my dear friends. You are all welcome to our new class session. I'm so happy to see you together here. I hope the class will be great and successful. I hope you will enjoy the class. Have a good day. Thank you, ma'am. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? സുഖാണോ എല്ലാവർക്കും? ആക്ഷൻ സോങ് ഉണ്ട് മാം. ആക്ഷൻ സോങ് മിസ് പറഞ്ഞിരുന്നോ? ആരാ തന്നിരുന്നത് വർക്ക്? ആക്ഷൻ സോങ് ആരാ വർക്ക് തന്നിരുന്നത്? ആക്ടിവിറ്റി തന്നിരുന്നത് ആരാ? ഏത് മിസ്സാണ്? ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉൾപ്പെടുത്താമായില്ലേന്ന്. അല്ല, എല്ലാ ക്ലാസ്സിലും പാടാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത് കേട്ടോ. എല്ലാ ക്ലാസ്സിലും പാടുന്നുണ്ടായിരുന്നു. തുടങ്ങിക്കോളൂ.
Clap your hands, clap your hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. Jump up high, jump up high. Listen to the music and jump up high. Thank you. ഓക്കെ സൂപ്പർ ആയിരുന്നല്ലോ ആക്ഷൻ സോങ്. ഓക്കെ ഇനി അഞ്ചോ കഴിഞ്ഞില്ലേ? ഇല്ല അതിനൊന്നുമില്ല. ഓക്കെ ഇപ്പോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ ഇനി നമ്മള് ക്ലാസിഫിക്കേഷൻ വരെയല്ലേ എടുത്ത് നിർത്തിയത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് പറഞ്ഞല്ലേ? അതെ. ഓക്കെ ഇത്ര വരെ വായിച്ചില്ലേ എല്ലാവരും? ക്ലിയർ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളിലും പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? എനർജി സപ്ലൈസ്, ബോഡി മിനറൽസ്, ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ഓഫ് ഫുഡ്സ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താ ഫുഡിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫുഡിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം ഫുഡിൽ ഉൾപ്പെടുന്നത്? പറഞ്ഞു നോക്കി. പിന്നെ മിനറൽസ് വേണം അല്ലെ? ധാതുലവണങ്ങൾ വേണം. പിന്നെ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് പറഞ്ഞു. പിന്നെ ഹൈഡ്രോജൻ, ഓക്സിജൻ. ഹൈഡ്രോജൻ, ഓക്സിജൻ ഒക്കെ വേണം അല്ലെ? ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രോട്ടീൻസ്. ഒന്ന് വായിച്ചു നോക്കിയേ പ്രോട്ടീൻസ് എന്താണെന്ന്. മൈൻഡിലൊന്ന് റീഡ് ചെയ്തേ, വായിച്ചു നോക്കിയേ. Protein are necessary of the growth of the body. They contain carbon, hydrogen, oxygen. എന്താ പറയുന്നത് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാല്? അഞ്ചു ഒന്ന് പറയോ, എന്താ മനസ്സിലായ? Protein, hydrogen, oxygen, carbon dioxide, എല്ലാം കൂടെ കൂടിച്ചേർന്ന്. ഓക്കെ പ്രോട്ടീൻസില് ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, സൾഫർ ഉണ്ട് അല്ലെ? അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോട്ടീൻസ് എന്താണ് നമ്മുടെ ബോഡിയിൽ ബിൽഡപ്പ് ചെയ്യുന്നത്? ഗ്രോത്ത് അല്ലേ? എന്താണ്? പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദി ബോഡി. എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. നെസസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമാണ്. എന്തൊക്കെയാണ് പ്രോട്ടീൻസിൽ അടങ്ങിയിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. മാർക്ക് ചെയ്ത് വെക്കാട്ടോ പ്രോട്ടീൻസിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഇനി പ്രോട്ടീൻസ് 2 ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ പ്രോട്ടീൻസ് 2 ടൈപ്സ് എന്ന് പറയുന്നത്? അതുപോലെ ഏതൊക്കെയാണ്? എനിമൽ, വെജിറ്റബിൾ പ്രോട്ടീൻസ് അല്ലെ? എനിമൽ പ്രോട്ടീൻസ് എന്തായിരിക്കും? എഗ്ഗിൽ നിന്ന് എഗ്, പിന്നെ നെയ്യ്, ബട്ടർ. എനിമൽ എന്ന് പറയുമ്പോ ഏതിൽ നിന്നൊക്കെയാ വരാം? ആലോചിച്ച് നോക്കി. എനിമൽ പ്രോട്ടീൻസ് കിട്ടുന്നത് മീറ്റൊക്കെ അല്ലേ? ബീഫ്, ഫിഷ് അല്ലെ?
മുട്ട. ഓക്കെ, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് അനിമൽ പ്രോട്ടീൻസ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാല്? സസ്യങ്ങളിൽ Leafy vegetables. ലീഫി ഉണ്ട്, Leafy vegetables. സ്പിനാച്ച് ഒക്കെ പറയാൻ പറ്റും. പിന്നെ സ്പിനാച്ച് എന്താ? Broccoli. കോളി. Chira. Soya. Broccoli. മിസ്സിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഒരാള് പറയോ? ആരെങ്കിലും ഒരാള് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അയാള് പറഞ്ഞു മിസ്സിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഓരോരുത്തർ പറഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ സൗണ്ട് ക്ലിയർ ആവില്ല. അഞ്ചു പറഞ്ഞേ. ഓക്കെ, അഞ്ചു പറയോ? എന്തായിരുന്നു മിസ്സേ? പറഞ്ഞാലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ലീഫ് വെജിറ്റബിൾസ്, ലീഫിന്ന് കിട്ടും. പിന്നെ ബീഡ്സ്, വേറൊരാള് എന്താണ്? ശ്രുതി എന്ന് പറയോ? ശ്രുതി, വെജിറ്റബിൾ പ്രോട്ടീൻ ലഭിക്കുന്നത് എക്സാമ്പിൾസ് ഒന്ന് പറയോ? ഐശ്വര്യ TS. മിസ് തേനാണോ? പേര് ഞാൻ വിളിച്ചതാണ് പറയാൻ വേണ്ടിട്ട്, എക്സാമ്പിൾ പറയാൻ വേണ്ടിട്ട് കേട്ടോ. അതല്ല മിസ്, ഞാൻ പറഞ്ഞതാ എന്താണ്? ആനിമൽസ് കിട്ടുന്ന തേൻ ശരിയാണോന്ന് ചോദിച്ചേ. പേരോ? ക്ലിയർ തേൻ തേൻ ഹണി ഹണി Honey, honey. ഹണി. വെജിറ്റബിൾ എന്ന് പറയുമ്പോ തേൻ കേട്ടോ. വെജിറ്റബിൾസാ? ഹണി എനിമൽസിന്നാണല്ലോ അല്ലെ? ബീന്നല്ലേ? അനിമൽസ് എന്നാ ഞാൻ പറഞ്ഞേ, ഹണിന്ന്. ഓക്കെ, അനിമൽസ്. അനിമൽ പ്രോട്ടീൻ കിട്ടുന്നത് ഞാൻ മിസ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പറഞ്ഞു ഫിഷ്, എഗ്, അതൊക്കെ കറക്റ്റ് ആണ്. അതുപോലെ മീറ്റിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അനിമൽ പ്രോട്ടീൻ കിട്ടുന്നത്. ഇനി വെജിറ്റബിൾ പ്രോട്ടീൻ കിട്ടും നമുക്ക്. വെജിറ്റബിൾസ് കൂണിന്ന് കിട്ടോ? കൂണിൽ നിന്നോ? പിന്നെ ക്യുനോവ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ക്യുനോവ എന്താ? ക്യുനോവ എന്ന് പറഞ്ഞാല് അറിയില്ല മാം. കിനോവ അറിയില്ല. ധാന്യങ്ങള്, ധാന്യം കേട്ടാ. അതൊക്കെ ചിലർക്ക് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാന്യം. പിന്നെന്താ? മൾട്ടിഗ്രെയിൻ വരുമോ? എന്താണ്? മൾട്ടിഗ്രെയിൻ കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്ന്. പിന്നെ സോയാബീൻ അറിയാലോ. ഫിനാക്സ്, നട്ട്സ്, ഇതൊക്കെ എന്താ? വെജിറ്റബിൾ അല്ലെ? വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണ്. ഒന്ന് എഴുതിയെടുത്തോളൂ. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഓക്കെ, പ്രോട്ടീൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാല് മാംസ്യം. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രോട്ടീൻസ്? നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻസിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് അനിമൽസ് പ്രോട്ടീൻ പറഞ്ഞു. 2 ടൈപ്സ് ആണ് പ്രോട്ടീൻസ് ഉള്ളത്. അനിമൽ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ വെജിറ്റബിൾ പ്രോട്ടീൻസ് പറഞ്ഞു അല്ലെ? നിങ്ങൾ പറഞ്ഞു, ഓരോ എക്സാമ്പിൾ പറഞ്ഞു. അനിമൽ പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾ എന്തൊക്കെ വരും? എഗ്, 2-3 എഴുതി വെച്ചു. എഗ്, മീറ്റ്, ഫിഷ്, സീ ഫുഡ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. ഡയറി പ്രൊഡക്ട്സ്, കിട്ടിയോ എല്ലാവർക്കും? എഗ്, മീറ്റ്, ഫിഷ്, സീ ഫുഡ്, ഡയറി പ്രൊഡക്ട്സ്. ഇനി വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്തൊക്കെയാണ്? സ്പിനാച്ച്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്പിനാച്ച് ഉണ്ട്,
ബ്രോക്കോളി പറഞ്ഞു, ബ്രോക്കോളി. പിന്നെന്താ? നട്ട്സ്, ഗ്രീൻ പീസ്, Palak. പാലൊക്കെ എന്താ ഡയറി പ്രൊഡക്ട്സിൽ ഉൾപ്പെടില്ലേ? അതൊക്കെ എന്താ അനിമൽ പ്രോട്ടീൻസ് ആണ് കേട്ടോ. പാലക്ക് ഒരു ചീരല്ലേ? ഞാൻ പാലെന്നാണ് കേട്ടത് കേട്ടോ. മിൽക്ക് എന്നാണ് മിസ് കേട്ടത്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അവക്കാഡോ, അവക്കാഡോ ഒക്കെ എന്താണ്? വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. നട്ട്സ്, ഇതൊക്കെ എഴുതാം കേട്ടോ. നട്ട്സ്, ഗ്രീൻ പീസ്, ക്യുനോവ മിസ് പറഞ്ഞില്ലേ, അതൊക്കെ എഴുതാം. എന്താണ് കിനോവയുടെ? QUINOA, QUINOA, ക്യുനോവ. ഹോൾ ഗ്രെയിൻസ് അല്ല മാം? എന്താണ് ഹോൾ ഗ്രെയിൻസ്? ക്യുനോവ, ക്യുനോവ എന്ന് വെച്ചാൽ ധാന്യങ്ങളാണ് കേട്ടോ, ധാന്യം. ഓക്കെ, ഹോൾ ഗ്രെയിൻസ് അല്ല? ഹോൾ ഗ്രെയിൻസ്. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഏതൊക്കെയാണ് അനിമൽ പ്രോട്ടീൻസ്? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് അനിമൽ പ്രോട്ടീൻസ്. ഏതൊക്കെയാണ്? മീറ്റ്, ഫിഷ്, സീ ഫുഡ് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഇനി വെജിറ്റബിൾ പ്രോട്ടീൻ പറഞ്ഞത് ഏതൊക്കെയാണ്? നമ്മള് ക്യുനോവ പറഞ്ഞു, അതുപോലെ സ്പിനാച്ച്, നട്ട്സ്, അതൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, ഗ്രീൻ പീസ്, ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾ പ്രോട്ടീൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഇനി എന്താണ്? പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ. എന്താണ്? എന്തിനാണ് പ്രോട്ടീൻസ് ആവശ്യമായി വരുന്നത്? അല്ലെ, ആവശ്യമായിട്ട് വരുന്നത് ഇതിനൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ. ഒന്ന് വായിച്ചു നോക്കിയേ. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വായിച്ചേ. മ്യൂട്ട് ചെയ്യാട്ടോ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കാം. സൗണ്ടിൽ വായിക്കേണ്ട, പതുക്കെ ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? മനസ്സിലായോ 4 പോയിന്റും? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? The growth and development of cells. എന്താണ് സെൽസ് എന്ന് പറഞ്ഞാല്? സെൽ എന്ന് പറഞ്ഞാൽ എന്താ? കോശങ്ങൾ. അല്ലേ? ഓക്കെ, എന്താണ്? നമ്മുടെ ബോഡിയിലെ കോശങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിനും അത് വളർത്തുന്നതിനും വേണ്ടിയിട്ട്, ഗ്രോ ആകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, കോശങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസ് സഹായിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഇനി എന്താണ്? The renewal of repetition. ചില കോശങ്ങൾ അല്ലെങ്കിൽ ചില ടിഷ്യൂസ് ഒക്കെ നശിച്ചു പോകേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോൾ എന്താണ്? അതിങ്ങനെ ചില ഡാമേജ് ഒക്കെ വരും നമ്മുടെ ബോഡിയിൽ. അപ്പൊ അത് ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഈ പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ചില കോശങ്ങൾ അല്ലെങ്കിൽ ചില കലകളുടെ ഡാമേജ് ആയിട്ടുണ്ടാവും നമ്മുടെ ബോഡിയിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കോശങ്ങൾ കേൾക്കുന്നില്ല, ക്ലിയർ ചെയ്യുന്നില്ല, മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. മാം, ഇറിറ്റേഷൻ ആണോ ഇതില്? REPE കിടക്കണേ തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ മിസ്? പറയുന്നത് ക്ലിയർ ആവുന്നില്ല.
1 minute കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയേ. 1 minute. ഹലോ, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ആണ് മാം. Yes, ma'am. ഓക്കെ മാം. Yes, ma'am. ഓക്കെ, വായിച്ചു നോക്കട്ടോ. എന്നാണ് ഞാൻ ഫോർ ഓക്കെ അല്ലേ മക്കളെ? സൗണ്ട് ക്ലിയർ ആയോ? Okay, ma'am. ഓക്കെ ആണ് മാം. ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോ സെക്കൻഡ് പോയിന്റ് എന്താണ്? മിസ് പറഞ്ഞു അല്ലേ, എന്താണ് നമ്മുടെ ബോഡിയില് ചില കലകൾ അല്ലെങ്കിൽ ചില കോശങ്ങളൊക്കെ നശിക്കുന്നുണ്ടാവാം, നശിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർസ് ഒക്കെ ആവശ്യമായിട്ട് അതിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതിലൂടെ അത് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് റിന്യൂവൽ ഓഫ് റിപ്പിറ്റിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താണ് തേർഡ് പോയിന്റ് നോക്കിയേ. The formation of enzymes, hormones, etc. Enzymes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തില് എന്താണ് അലിയിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഉമിനീരൊക്കെ എന്താണ്? ഭക്ഷണം അലിയിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ലേ? അതൊക്കെ നമുക്ക് എൻസൈംസിന് എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഹോർമോൺസിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻസൈംസും അതുപോലെ തന്നെ ഹോർമോൺസും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി. ഇത് പറയാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബോഡിയിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്? പ്രോട്ടീൻസ് അല്ലേ. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഡെവലപ്മെന്റ് ഓഫ് ആൻഡ് ഗ്രോത്ത് ഓഫ് സെൽസ്, the renewal of repetition, the formation of enzymes, hormones, etc., the production of energy in the body. 4 കാര്യങ്ങളും ക്ലിയർ ആണോ? മാം.
ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. ഇനി മിസ് ഒരു ആക്ടിവിറ്റി തരാണ് കേട്ടോ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞോലോ എന്താണ് പ്രോട്ടീൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? അനിമൽ പ്രോട്ടീനും ഉണ്ട്, പിന്നെ ഏതാ അനിമൽ പ്രോട്ടീനും പ്രോട്ടീനും. അപ്പോ അനിമൽ പ്രോട്ടീൻ രണ്ട് കോളം തിരിക്കാം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടെത്തണം. അനിമൽ പ്രോട്ടീൻ എന്താണ് എന്നുള്ളത് ആദ്യം എഴുതാം. അനിമൽ പ്രോട്ടീൻ ഹെഡിങ് കൊടുക്കാം, അതെന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അനിമൽ പ്രോട്ടീൻ എന്താണെന്ന് എഴുതി വെക്കാം. അതിന് ഇനി അതിന് നെക്സ്റ്റ് അടിയിലായിട്ട് എന്ത് എഴുതണം? ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് അനിമൽ പ്രോട്ടീൻ കിട്ടുന്നത്? നമ്മളിവിടെ പഠിച്ചു അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടില്ലേ മിസ്? എന്തൊക്കെയാണ്? മീറ്റിൽ നിന്ന്, ഫിഷിൽ നിന്ന്, അതുപോലെ ഡയറി പ്രൊഡക്ട്സിൽ നിന്നൊക്കെയാണ് നമുക്ക് അനിമൽ പ്രോട്ടീൻസ് കിട്ടുന്നത്. അത് എഴുതി വെക്കാം. ഇനി അതിനുശേഷം എഴുതേണ്ടത് അനിമൽ പ്രോട്ടീന്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ എത്രണ്ണം കിട്ടുന്നു നമ്പർ ഒന്നും മിസ് പറയുന്നില്ല. എത്രണ്ണമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും ഗുണവും ദോഷവും വരും. അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീന്റെ എഴുതാം. വെജിറ്റബിൾ പ്രോട്ടീൻ എന്താണ്, ഇനി ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻ ലഭിക്കുന്നത്, അതിന്റെ ഗുണം ദോഷം, അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്. മനസ്സിലായോ? ആക്ടിവിറ്റി ക്ലിയർ ആയോ? മാം വോയിസ് ക്ലിയർ ആവുന്നില്ല, വേറെ ആരോ മ്യൂട്ട് ചെയ്യാതിരിക്കുന്നു. ക്ലിയർ ആവുന്നില്ല. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. മിസ് ഒന്നും കൂടി പറയാം. ആക്ടിവിറ്റി അഞ്ചു അസൈൻമെന്റ് നോട്ടാണ് എഴുതണ്ടേ? അല്ല അല്ല, ആക്ടിവിറ്റി ആണ്. അസൈൻമെന്റ് മിസ് വേറെ പറഞ്ഞു തരാം കേട്ടോ. ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ലേ ആദ്യം, ഡെയിലി റൂട്ടീൻ ചെയ്തില്ലേ? അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. ഞാൻ ഒന്നുകൂടിയും പറഞ്ഞു തരാം കേട്ടോ. ഇനി ക്ലിയർ ആവാത്തവർക്ക് ഒന്നുകൂടിയും പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, മിസ് പറയാം, അല്ലെങ്കിൽ വോയിസ് ക്ലിയർ ആവില്ല കേട്ടോ. മ്യൂട്ട് ചെയ്തോ? ഓക്കെ, ഒന്നും കൂടിയും പറയാം. നമ്മുടെ ആക്ടിവിറ്റി A4 ഷീറ്റിലോ അല്ലെങ്കിൽ ബുക്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോ ആക്ടിവിറ്റി ആണ് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് പറയുന്നത്. നമ്മൾ പ്രോട്ടീൻസ് പഠിച്ചില്ലേ? പ്രോട്ടീൻസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചല്ലോ. എന്തൊക്കെയാണ്? അനിമൽ പ്രോട്ടീനും ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട്. അപ്പോ രണ്ട് കോളം വരച്ചിട്ട് വെജിറ്റബിൾ പ്രോട്ടീനും അനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാം. വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ എന്താണ് വെജിറ്റബിൾ പ്രോട്ടീൻ എന്നുള്ളത് എഴുതാം. ഇനി ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻ ലഭിക്കുന്നത്, അത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാം. ഇനി തേർഡ് പോയിന്റില് വെജിറ്റബിൾ പ്രോട്ടീന്റെ ഗുണം. ഫോർത്ത് പോയിന്റില് എന്താണ് വെജിറ്റബിൾ പ്രോട്ടീന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? കിട്ടാവുന്നത് എഴുതിക്കോളൂ കേട്ടോ. ഇത്ര എണ്ണം മിസ് പറയുന്നില്ല. ഗുണങ്ങള് രണ്ടെണ്ണം എന്നൊന്നും മിസ് പറയുന്നില്ല. നിങ്ങൾ കിട്ടണ രീതിയിൽ കിട്ടണ പോലെ എഴുതി കൊണ്ടുവരാം. ഓക്കെ ആണോ? മനസ്സിലാവാത്തവരുണ്ടോ? ക്ലിയർ ആയില്ലേ? ഒരാള് പറയൂ, അംഗീത് പറയൂ. എന്താണ് ഡൗട്ട്? സോറി മാം, ഇംഗ്ലീഷിലൊക്കെ പറയാമോ? ഇംഗ്ലീഷിൽ പറയണോ? അതെന്താണോ ഇംഗ്ലീഷിൽ പറയാത്തത്? എല്ലാവരും എന്താണ് ഇംഗ്ലീഷ് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. മലയാളം അറിയാത്ത ഞാൻ കൊറേ ബുദ്ധിമുട്ടാണ്. പറഞ്ഞുതരാം. ഡെഫിനിഷൻ, അനിമൽ പ്രോട്ടീന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ അനിമൽ പ്രോട്ടീൻസിന്റെ എക്സാമ്പിള്, ഏത് ഫുഡിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പഠിച്ചില്ലേ? ഇപ്പോ ഫിഷ്, മീറ്റ് അല്ലെ? എക്സാമ്പിള് അതെഴുതാം. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെയാണോ അങ്കിത? ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ മാം. ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ പ്രോട്ടീൻക്ക് കൂടുതലായാല് അല്ലേ? നമ്മുടെ ശരീരത്തിന് കൂടുതലായാല പ്രശ്നങ്ങൾ അല്ലേ? ഓക്കെ ടീച്ചർ, ഇത് നമുക്ക് പഠിക്കാനല്ലേ? അത് നമുക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ്? ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ എഴുതുന്നത്, അല്ലാതെ അയച്ചു തരണ്ടല്ലോ. ആക്ടിവിറ്റി തരണം നിങ്ങൾക്ക്, അതുകൊണ്ടാണ്. അത് നമ്മൾ ചാർട്ടിൽ ചെയ്താൽ മതിയോ? എന്താണ്? ഇത് നമുക്ക് ആക്ടിവിറ്റി ചാർട്ടിൽ ചെയ്താൽ മതിയല്ലോ.
ആക്ടിവിറ്റി അത് ഞാൻ ജിഷനിസിനോട് ചോദിച്ചിട്ട് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഒരു A4 ഷീറ്റിൽ ഒന്ന് എഴുതി വെക്കും കേട്ടോ. A4 ഷീറ്റിൽ എഴുതിയാൽ മതി. ലാസ്റ്റ് ടൈം ആക്ടിവിറ്റി ചാർട്ടിലാ ചെയ്തിട്ടില്ലത് അശ്വതി മാമിൻ്റെത്. ചാർട്ടിലാണോ ചെയ്തത്? ഓക്കെ ഞാൻ ഒന്നും കൂടി കൺഫേം ആക്കിയിട്ട് പറയാം. തൽക്കാലം നിങ്ങൾ ഒന്ന് A4 ഷീറ്റിൽ എഴുതിക്കോളൂ കേട്ടോ. അത് A4 ഷീറ്റിൽ പിടിക്കാത്ത വലിയ ആക്ടിവിറ്റി ആയതുകൊണ്ട് ചാർട്ടിൽ ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ ഇത് A4 ഷീറ്റിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫാക്ട്സ് അല്ലെ? ഫാക്ട് അല്ലെ? ഫാക്ട് അവിടെ ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുള്ളത് തിരുത്താട്ടോ. ഫാക്ട് ആൻഡ് ഓയിൽ എന്താണ്? ഇഷ്ടമുള്ള രീതിയിൽ എഴുതിക്കോ. ചിലപ്പോ നിങ്ങൾ ഫയൽ ചെയ്ത് വെക്കുന്നുണ്ടാവാം. A4 ഷീറ്റിൽ ചിലപ്പോ ഫയൽ ചെയ്ത് വെക്കാം. അപ്പോ A4 ഷീറ്റിൽ എഴുതേണ്ടവര് A4 ഷീറ്റിൽ എഴുതാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതേണ്ടവര് ഇഷ്ടമുള്ള തരത്തിൽ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ. ഇനി ചാർട്ട് ചെയ്ത് ഞാൻ ജിഷമിസിനോട് കൂടി ചോദിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ചാർട്ടിൽ എഴുതിക്കണോ എന്നുള്ളത് കേട്ടോ. അപ്പോ അങ്ങനെയാണെങ്കിൽ മിസ് പറയാം. ഇപ്പൊ തൽക്കാലത്തിന് നിങ്ങൾ A4 ഷീറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, പിൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഓക്കെ. Fats and oil constitute of carbon, hydrogen and oxygen. Fat are two types. അപ്പൊ ഫാറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫാറ്റിൽ അടങ്ങിയിരിക്കുന്നത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലെ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതൊക്കെയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്, ഏതൊക്കെയാണ് ഫാക്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇനി രണ്ട് തരത്തിലാണ് ഫാക്റ്റുകൾ ഉള്ളതെന്ന് പറഞ്ഞല്ലേ? നമ്മൾ പ്രോട്ടീൻ പഠിച്ച പോലെ തന്നെ ഫാക്റ്റിലും രണ്ട് ടൈപ്സ് ഉണ്ട്. ഫാക്ട് ഏതൊക്കെയായിരിക്കാം? സൗണ്ട് കേൾക്കുന്നില്ല? ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടാ കേൾക്കുന്നത്, ബ്രേക്ക് ആവുന്നുണ്ട്. അതെ, നിങ്ങളുടെ റേഞ്ചിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഫാക്ട് രണ്ട് തരത്തിലാണ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാക്റ്റും അതുപോലെ അൺസാച്ചുറേറ്റഡ് ഫാക്റ്റും. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് increase the cholesterol content of the blood. എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ അല്ലേ? കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്നത് ഏതാണ്? സാച്ചുറേറ്റഡ് ഫാറ്റ് മൂലമാണ്. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളായ ബീഫ്, അതുപോലെ പിഗ് പന്നിയിറച്ചി, കോഴി, പിന്നെ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങള്, മുട്ട, തേങ്ങ, ഇവയിൽ നിന്നെല്ലാമാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാകുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാല് പൂരിത കൊഴുപ്പുകൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പൂരിത കൊഴുപ്പുകൾ എന്നാണ് സാച്ചുറേറ്റഡ് ഫാറ്റിനെ പറയുന്നത്. അപ്പോ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളായ ബീഫ്, പന്നിയിറച്ചി, കോഴി, പാലുൽപ്പന്നങ്ങള്, മുട്ട എന്നിവയിൽ നിന്നാണ് പൂരിത കൊഴുപ്പുകൾ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയോ? ആണോ? എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? ഒന്നുകൂടി പറയാമോ മിസ്? ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോളൂ കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാം. മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളായ ബീഫ്, പന്നിയിറച്ചി, കോഴി, കൊഴുപ്പ് നിറഞ്ഞ പാലുൽപ്പന്നങ്ങൾ,
തേങ്ങ എന്നിവയാണ് പൂരിത കൊഴുപ്പുകൾ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്. മാം സോറി മാം, ഇത് ഫുള്ള് മലയാളത്തിൽ നമ്മൾ നോട്ട് ചെയ്തിട്ട് വെച്ചാല് എക്സാം ഇല്ലേ ഡെയിലി മാം? വിച്ച് ലാംഗ്വേജ് ഇസ് ഇൻ എക്സാം? മലയാളമോ ഇംഗ്ലീഷ്? അപ്പൊ ഇത് നോട്ടും മലയാളത്തിൽ ഇങ്ങനെ നോട്ട് തന്നാൽ ഞാൻ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ല, മലയാളത്തിൽ തന്നെ എഴുതാനും വരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായോണ്ടോ മാം? ഇംഗ്ലീഷിൽ പറഞ്ഞുതരാട്ടോ. ഓക്കെ ഓക്കെ മാം. ടെക്സ്റ്റിലുള്ളത് പഠിച്ചാൽ മതി. ഞാൻ ചിലവർക്ക് അറിയാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, ഏറ്റവും ലോ തട്ടിലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ ഇത്തിരി ഇന്റലിജന്റ് അല്ലേ? ഇന്റലിജന്റ് ഉണ്ടാവാം, ആവറേജ് ഉണ്ടാവാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് മലയാളത്തിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ മിസ്സേ. അപ്പോ അംഗീതയ്ക്ക് ഇത്തിരി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ കൂടുതലുള്ള കുട്ടികളൊക്കെ ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം വരുള്ളൂ ക്വസ്റ്റ്യൻസ്. ഒന്നും കൂടി കൂടുതല് ഈ അറിയാത്ത പിള്ളേരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അപ്പോ സാച്ചുറേറ്റഡ് ഫാറ്റ് കാരണം എന്താണ്? കൊളസ്ട്രോള് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ? ഓക്കെ, പിന്നെ എന്താണ്? യൂഷ്വലി ദ ഫാറ്റ് derived from plants are unsaturated. അപ്പോ നമ്മൾ പഠിച്ചു എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ്, അനിമൽസിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് എന്തായിരിക്കാം റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൽ നിന്നായിരിക്കാം നമുക്ക് കൊഴുപ്പുകൾ അതിൽ നിന്ന് കിട്ടുന്നത്? അൺസാച്ചുറേറ്റഡ് പ്ലാന്റ്സിൽ നിന്നാണ്. മനസ്സിലായോ അങ്കീത? ക്ലിയർ ആയോ? കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഓക്കെ മാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നത് മൃഗങ്ങളിൽ നിന്ന്, അനിമൽസിൽ നിന്ന്. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതിൽ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്ന്, സസ്യങ്ങളിൽ നിന്നുമുള്ള കൊഴുപ്പിനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് പറയാം. അൺസാച്ചുറേറ്റഡ് ഫാറ്റിന് എക്സാമ്പിൾ എന്താണ്? ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ നട്ട്സ്, സീഡ്സ്, പിന്നെന്താ സൺഫ്ലവർ ഓയില്, ഓയിലി ഫിഷ്, ഇതൊക്കെ എന്താണ്? അൺസാച്ചുറേറ്റഡ് ഫാറ്റിന് എക്സാമ്പിൾ ആണ്. ഒന്നുകൂടിയും പറയാം. ഒലിവ് ഓയിൽ, നട്ട്സ്, സീഡ്സ്, സൺഫ്ലവർ ഓയിൽ, ഓയിലി ഫിഷ്. മാഡം ഓയിലി ഫിഷ് പറയുമ്പോ എന്താണ്? ഓയിലി ഫിഷ് എന്ന് പറയുന്നത് ചിലപ്പോ മറ്റേ നെയ് മീനൊക്കെ ഉണ്ടാവൂലേ? നെയ്യുള്ള മീനൊക്കെ നമുക്ക് അപ്പൊ വറക്കുമ്പോഴൊക്കെ കാണാൻ പറ്റും. നെയ്യ് ഇങ്ങനെ വരുന്നത് എന്താണ്? അപ്പൊ അത് പ്ലാന്റ്സിൽ നിന്നല്ലോ. എന്താണ്? പ്ലാന്റ്സിൽ നിന്നല്ലല്ലോ അപ്പൊ അത് വരുന്നത്, അൺസാച്ചുറേറ്റഡ് അല്ലേ? എന്നിരുന്നാലും എന്താണ് സസ്യങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. എന്നിരുന്നാലും എന്താണ് ഈ ഓയിലി ഫിഷ് ഒക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഒലിവ് ഓയിൽ ഒന്നുകൂടി പറയാം. ഒലിവ് ഓയില്, നട്ട്സ്, സീഡ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മള് ഇപ്പൊ നട്ട്സിൽ നിന്നൊക്കെ കപ്പലണ്ടിയിൽ നിന്നൊക്കെ എണ്ണകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ പല സീഡ്സിൽ നിന്നും. അതുപോലെ സൺഫ്ലവർ ഓയിൽ അല്ലെ, എന്താണ് സൂര്യകാന്തി അല്ലെ, അതിൽ നിന്നൊക്കെയാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാകുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഫാറ്റ് എന്ന് പറഞ്ഞാല് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് തരത്തിലാണ് ഫാറ്റുകൾ ഉള്ളത്, അൺസാച്ചുറേറ്റഡും
സാച്ചുറേറ്റഡ് ഫാറ്റ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതില് ഫാറ്റ് വരുന്നത്. എന്തൊക്കെയാണ്? ബീഫ്, അതുപോലെ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള്? പന്നിയിറച്ചി, കോഴി, അല്ലെ? പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, അല്ലെ? അതുപോലെയുള്ള ഐറ്റത്തിൽ നിന്നൊക്കെയാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാല് പ്ലാന്റ്സിൽ നിന്ന് വരുന്നതാണ്. സസ്യങ്ങളിൽ നിന്നുമുള്ള കൊഴുപ്പിനെയാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഒലിവ് ഓയില്, സൺഫ്ലവർ ഓയില്, അതുപോലെ തന്നെ സീഡ്സ്, നട്ട്സ്, ഇതൊക്കെ. ഇനി ഫാറ്റില് ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ ബട്ടർ, ഈ എഗ് യോൾക്ക് എന്താ? യോൾക്ക് കോഴിമുട്ടയുടെ ഉണ്ണി. കോഴിമുട്ടയുടെ ഉണ്ണിനെയാണ് പറയുന്നത് യോക്ക്. ഓക്കെ, പിന്നെന്താണ്? ഗ്രൗണ്ട്നട്ട്സ്. ഗ്രൗണ്ട്നട്ട്സ് എന്താ? കപ്പലണ്ടി, നിലക്കടല. കപ്പലണ്ടി എന്നും പറയാം, നിലക്കടല എന്നും പറയാം കേട്ടോ. കപ്പലണ്ടി, നിലക്കടല, യോക്ക്, അതുപോലെ തന്നെ ബട്ടർ, ഗീ, എഗ്, അതുപോലെ മിൽക്ക്, ഫിഷ്, ഇതിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫാറ്റ് എന്ന് പറഞ്ഞാല് ഓക്കെ. ഇനി കാർബോഹൈഡ്രേറ്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. കാർബോഹൈഡ്രേറ്റ്സ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. എന്താ മനസ്സിലായ കാർബോഹൈഡ്രേറ്റ് വായിച്ചിട്ട്? എന്താ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാല്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതിന്റെ എല്ലാം മിക്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. പറയോ? ആരാണ് പറഞ്ഞത്? അൻസി എന്നാണ് പേര്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതെല്ലാം മിക്സ് ആയിട്ട് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. അത് നമ്മുടെ സ്റ്റഫി ഫുഡുകൾ, അതായത് ചോറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നും പിന്നെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ആണ് കാർബോഹൈഡ്രേറ്റ് മെയിനായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസത്തിന്, അതായത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറച്ചും കൂടെ ഇതായിട്ട് നടത്താനും ഹീലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. വിശപ്പ് മാറ്റാൻ. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനി ആരെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാർബോഹൈഡ്രേറ്റ്സ് എന്താന്ന്? നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ എനർജി കിട്ടും. പിന്നെ ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യാന്, വിശപ്പ് മാറാനായിട്ട്. പിന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഗ്ലൂക്കോസിന്റെ ലെവല് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാല് അന്നജം. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അന്നജം. Carbohydrates are made up of carbon, hydrogen and oxygen. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാല്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ചേർന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി stuffy food, sugar and fruit are the main source of carbohydrates. എന്താണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉറവിടങ്ങൾ? മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറവിടങ്ങൾ കേട്ടോ. ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫുഡ്സ് ആണ് വരുന്നത്? സ്റ്റഫി ഫുഡ്സ് അല്ലേ?
എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അരിഭക്ഷണങ്ങൾ. ഈ ചിക്കൻ റോള് അതുപോലെ സാൻഡ്വിച്ച് ഇതൊക്കെ എന്താണ്? സ്റ്റഫി ഫുഡ്സ് ആണ് കേട്ടോ. ബർഗർ, ചീസ് റോള് കേട്ടോ. അതുപോലെ ഷുഗർ, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് മെയിൻ കാർബോഹൈഡ്രേറ്റിന്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ carbohydrates are required for the body to preserve heat metabolism, to satisfy hunger and to systematic glucose level in the blood. എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഈ പ്രിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. പ്രിസർവ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. അപ്പൊ മെറ്റാബോളിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ്? സാറ്റിസ്ഫൈ ഹങ്കർ അല്ലെ, വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സ്റ്റഫി ഫുഡ്സ്, ഷുഗർ, ഫ്രൂട്ട്സിലൊക്കെയാണ് അതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെറ്റാബോളിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടും ഈ കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇത്രയും വരെ ഇന്ന് മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ആക്ടിവിറ്റി ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തത് ഏതൊക്കെയാണ്? പ്രോട്ടീൻ എടുത്തു. പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രോട്ടീൻസ് 2 ടൈപ്സ് ആണ്, അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും. അതിന്റെ എക്സാമ്പിൾ ഒക്കെ മിസ് പറഞ്ഞു തന്നതാണ്. ഇനി അതുപോലെ തന്നെ പ്രോട്ടീൻസ് അല്ലെ, പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫാറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഫാറ്റ്സിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചു. 2 കാര്യങ്ങളുണ്ട്. ഫാറ്റ്സ് ആർ 2 ടൈപ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. എന്തൊക്കെയാണെന്ന് പഠിച്ചു നമ്മള്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം എന്താണെന്ന് പറഞ്ഞു. അതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഉറവിടം എന്തൊക്കെയാണ്? സ്റ്റഫി ഫുഡ്സ്, ഷുഗർ, ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? മെറ്റാബോളിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിശപ്പ് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ് അന്നജം സഹായിക്കുന്നു. ഇത്രവരെയും ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഇനി സൈൻ പറഞ്ഞേ. സൈൻ ഔട്ട്, സോറി, സൈൻ ഔട്ട് എന്ന് പറഞ്ഞേ. ഒരു ഡൗട്ട്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്? ഒന്നുകൂടി പറയോ? കേൾക്കുന്നില്ല മാം. ഒരു കാര്യം പറഞ്ഞു, മെറ്റാബോളിസത്തിന്റെ ആ ഒരു പങ്ക് എന്താ, അതൊന്ന് പറയാമോ? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് പറയാം. മെറ്റാബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജീവൻ ായിട്ട് സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം. അപ്പൊ അത് സംരക്ഷിക്കാനായിട്ട് ഈ എന്താണ് കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. മാം, ഈ ആക്ടിവിറ്റി പറഞ്ഞില്ലായിരുന്നോ, അത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ.
ആക്ടിവിറ്റി മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. നമ്മള് പ്രോട്ടീൻസിന്റെ കാര്യം പഠിച്ചുവല്ലോ. പ്രോട്ടീൻസ് എന്താണ്, ഇനി എന്തൊക്കെയാണ് ആ പ്രോട്ടീൻസിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻസ് 2 ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചു. ആനിമൽ പ്രോട്ടീൻ ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാല് എനിമൽ പ്രോട്ടീൻ 2 കോളം തിരിക്കാം. എനിമൽ പ്രോട്ടീൻസും അതുപോലെ വെജിറ്റബിൾ പ്രോട്ടീൻസും എഴുതാം. ഇനി എനിമൽ പ്രോട്ടീൻസിന്റെ താഴെയായിട്ട് എന്താണ് എനിമൽ പ്രോട്ടീൻ എന്നുള്ളത് എഴുതാം. ഡെഫിനിഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായതോ എന്താണ് എനിമൽ പ്രോട്ടീൻ ഡെഫിനിഷൻ എഴുതാം. ഇനി അതിനുശേഷം അതില് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചില്ലേ, ഏത് ഫുഡിലൊക്കെയാണ് എനിമൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് എഴുതാം. അതിനുശേഷം എനിമൽ പ്രോട്ടീന്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എനിമൽ പ്രോട്ടീന്റെ ദോഷങ്ങള്, ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇത്ര 4 കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീനിന് ഹെഡിങ് കൊടുക്കാം. അതെന്താണ്, അതിന് എക്സാമ്പിള്, ഗുണവും ദോഷവും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. സൈൻ ഔട്ട് ആരാ പറയുന്നത്? Good afternoon, ma'am. Adilatikkana. Good afternoon, ma'am and my dear friends. I am here to present sign off. As the class has come to an end, I would like to thank our dear teacher, Mildrose Miss, for an amazing class. Thank you, ma'am, for your hard work. In today's class, we have discussed about constituents of food like protein, fat, and carbohydrates. We have also discussed about the classification of protein, such as animal and vegetable proteins, the role of protein in human body. Fats, the 2 types of fats such as unsaturated and saturated fats. We have also discussed about what is carbohydrates, the sources of carbohydrates, and the function of carbohydrates in human body. Ma'am has also given us an activity to write about differences of animal and vegetable protein. Miss made it seem effortless and easy by providing us several examples about the topics. Last but not the least, I thank all my dear friends for your presence and participation in this class. Without you guys, this class wouldn't be so late. Until we meet in the next class, I wish everyone a great day. Thank you. ഓക്കെ, ടേബിൾ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചായിരുന്നു, ടേബിൾ ആയിട്ട് ആക്ടിവിറ്റി ചെയ്താൽ മതി. എനിമൽ പ്രോട്ടീൻ ഏതൊക്കെയാണ്, അതിന്റെ ഗുണവും ദോഷവും അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് കോളത്തില് വെജിറ്റബിൾ പ്രോട്ടീൻ എന്തൊക്കെയാണ്. ക്ലിയർ ആയോ? Okay, ma'am. ഓക്കെ, താങ്ക് യു. Thank you. Thank you, miss. Thank you, miss. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you.